നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലും വിഭജന ഭീതി ദിനം ആചരിച്ച് ABVP. പെരിയ കേന്ദ്ര സർവകലാശാലയിലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് ABVPയുടെ നേതൃത്വത്തിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ MSFും SFIയും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്കും DYSP U പ്രേമനും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. പാലക്കുന്ന് കോട്ടിക്കുളം സ്വദേശിയാണ് P ബാലകൃഷ്ണൻ നായർ. U പ്രേമൻ കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയലിലാണ് താമസം. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇരുവരും. BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലേക്കാട് ബഡ്സ് സ്കൂളിലേക്കുള്ള ആയയുടെ നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആയയുടെ മുൻഗണനാ ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗാർത്ഥി നൽകിയ പരാതി സ്വീകരിച്ച് വിചാരണയ്ക്ക് വെക്കുകയും ചെയ്തു. മടിക്കൈ മേഖലയിലേക്ക് KSRTC ബസ് അനുവദിക്കണമെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മടിക്കൈ വില്ലേജ് സമ്മേളനം നടന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച നടക്കും. കർണാടക അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഗഡി കാപ്പിക്കാട് പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലും വിഭജന ഭീതി ദിനം ആചരിച്ച് ABVP. പെരിയ കേന്ദ്ര സർവകലാശാലയിലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് ABVPയുടെ നേതൃത്വത്തിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ MSFും SFIയും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. കേന്ദ്ര സർവകലാശാലയിൽ വിഭജന ഭീതി ദിനം ആചരിച്ച ABVP പുലർച്ചെ 12:30 മണിയോടെയാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ABVP നേതൃത്വം വിഭജന ഭീതി ദിനം ആചരിച്ചത്. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തുന്നതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിറക്കിയിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP സംഘടിപ്പിച്ച വിഭജന ഭീതി ദിനാചരണത്തിനിടെ നേരിയ സംഘർഷമുണ്ടായി. SFI MSF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. പ്രവർത്തകർ ഗവർണറുടെ കോലവും കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്കും DYSP U പ്രേമനും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. പാലക്കുന്ന് കോട്ടിക്കുളം സ്വദേശിയാണ് P ബാലകൃഷ്ണൻ നായർ. U പ്രേമൻ കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയലിലാണ് താമസം. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇരുവരും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 2 പേർ മെഡലിന് അർഹരായി. മുൻ അഡീഷണൽ SP-യും കണ്ണൂർ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് SP-യുമായ P ബാലകൃഷ്ണൻ നായർ, കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ച് DYSP U പ്രേമൻ എന്നിവർക്കാണ് മെഡൽ ലഭിച്ചത്. ബേക്കൽ പാലക്കുന്ന് സ്വദേശികളായ P ബാലകൃഷ്ണൻ നായർ അടുത്തിടെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP-ആയി ചുമതലയേറ്റത്. 2003-ൽ SI-ആയി പോലീസ് സേനയിൽ ചേർന്ന ബാലകൃഷ്ണൻ നായർ പരിശീലനത്തിന് ശേഷം എറണാകുളം, കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളിൽ SI-ആയി സേവനമനുഷ്ഠിച്ച് 2008-ൽ സർക്കിൾ ഇൻസ്പെക്ടറായി വെള്ളരിക്കുണ്ട്, കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി, വളപട്ടണം, കാസർഗോഡ് എന്നീ സർക്കിളുകളിലും വിജിലൻസിലും ജോലി ചെയ്തു. തുടർന്ന് 2017-ൽ DYSP-ആയി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലും കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, കണ്ണൂർ ടൗൺ എന്നീ സബ് ഡിവിഷനുകളിലും ജോലി ചെയ്തു. തുടർന്ന് 2004 ജൂലൈ മുതൽ കാസർഗോഡ് അഡീഷണൽ SP-ആയി ജോലി ചെയ്തു. സർവീസിൽ ഇതുവരെ മികച്ച സേവനത്തിന് 3 ബാഡ്ജ് ഓഫ് ഹോണറും 100-ലധികം ഗുഡ് സർവീസ് എൻട്രികളും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും 22 പ്രശംസാപത്രവും ലഭിച്ചിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ 2018-ൽ ലഭിച്ചിട്ടുണ്ട്. വിജിലൻസിലെ മികച്ച സേവനത്തിന് 2016 വർഷത്തിലെ ബാഡ്ജ് ഓഫ് ഹോണർ ലഭിച്ചു. ഇന്റലിജൻസ് രംഗത്തെ മികച്ച സേവനത്തിന് 2017-ലും 2018-ലും തുടർച്ചയായി ബാഡ്ജ് ഓഫ് ഹോണർ ലഭിച്ചിട്ടുണ്ട്. സർവീസ് കാലയളവിൽ പ്രമാദമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കി. വെള്ളരിക്കുണ്ട് CI ആയിരിക്കെ ചിറ്റാരിക്കൽ, രാജപുരം, വെള്ളരിക്കുണ്ട് എന്നീ സ്റ്റേഷനുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 കൊലപാതക കേസുകളിലും പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട
11 വർഗീയ കൊലപാതക കേസുകളിൽ ആദ്യമായി പ്രതികളെ ശിക്ഷിച്ചത് ബാലകൃഷ്ണൻ നായർ അന്വേഷണം നടത്തിയ കേസിലാണ്. പ്രമാദമായ നിരവധി മോഷണ കേസുകൾ കണ്ടെത്തിയ സംഘത്തിലെ അംഗമായിരുന്നു ബാലകൃഷ്ണൻ നായർ. കണ്ണൂർ ACP ആയി ജോലി ചെയ്തു വരവെ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരേ ദിവസം 3 ATM മെഷീനുകൾ കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപ കവർച്ച ചെയ്ത് ഹരിയാനയിലേക്ക് രക്ഷപ്പെടുകയായിരുന്ന കുപ്രസിദ്ധരായ കവർച്ചാ സംഘത്തെ പിടികൂടിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തലവനായിരുന്നു ഇദ്ദേഹം. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 75-ൽ അധികം മോഷണക്കേസിൽ പ്രതിയായി 20 വർഷത്തിലധികമായി ഒളിവിൽ കഴിയുകയായിരുന്ന മടിക്കേരി ഇബ്രാഹിമിനെ പിടികൂടിയത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കാഞ്ഞങ്ങാട് DYSP ആയിരിക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ലഹരിമുക്തമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ലഹരിമുക്ത കൊളവയൽ പദ്ധതി ആരംഭിച്ച് നടപ്പിലാക്കി. ഈ പദ്ധതി നടപ്പാക്കിയതിന് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട്. പരേതരായ മുങ്ങത്ത് നാരായണൻ നായരുടെയും പേരയിൽ ലീലയുടെയും മകനാണ് ഉദുമ പാലക്കുന്ന് സ്വദേശിയായ ബാലകൃഷ്ണൻ നായർ. ഭാര്യ നിഷ, മക്കൾ ശിവദ, കാർത്തിക്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രേമൻ കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയലിലാണ് താമസം. 1993 മാങ്ങാട്ടുപറമ്പ് KAP ക്യാമ്പിൽ കോൺസ്റ്റബിളായി ചേർന്ന് 2003-ൽ നേരിട്ട് സബ് ഇൻസ്പെക്ടറായി പോലീസിനെയും ജോയിൻ ചെയ്യുകയും 1993-ൽ മാങ്ങാട്ടുപറമ്പ് KAP ക്യാമ്പിൽ കോൺസ്റ്റബിളായി ചേർന്ന് 2003-ൽ നേരിട്ട് സബ് ഇൻസ്പെക്ടറായി പോലീസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ DYSP ആയി സേവനമനുഷ്ഠിച്ചു വരികയാണ്. പ്രമാദമായ നളിനി വധക്കേസ് തെളിയിക്കുകയുണ്ടായി. വളപട്ടണം പോലീസ് സർക്കിളായി ജോലി ചെയ്തു വരവെ 2012 പ്രമാദമായ രാഷ്ട്രീയ കൊലപാതക കേസായ ഷുക്കൂർ വധക്കേസ് അന്വേഷിച്ച 34ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. നിരവധി കവർച്ചാ കേസുകളും വാഹനമോഷണ കേസുകളും പിടിച്ചുപറി കേസുകളും കവർച്ചാ കേസുകളും കണ്ടെത്തി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. സേവന കാലയളവിൽ ഏകദേശം 100ഓളം ഗുഡ് സർവീസുകളും നിരവധി പ്രശംസാപത്രങ്ങളും മേലധികാരികളിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനും അർഹനായി. പെരിങ്ങോം സ്വദേശിയായ പ്രേമൻ കുഞ്ഞിരാമന്റെയും സരോജിനിയുടെയും മകനാണ്. ഭാര്യ ചിറവത്തൂർ സ്വദേശിനി സീന. മക്കൾ തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി അശ്വതി. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് എന്നിവരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM പ്രവർത്തകർ തൃശൂർ MP സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി. പ്രകടനം BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പ്രകടനവും പൊതുയോഗവും നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ വോട്ടർ ലിസ്റ്റ് ശുദ്ധീകരണം ഏറ്റവും ആദ്യം ആരംഭിച്ചത് BJPയും കേന്ദ്ര സർക്കാരുമാണ്. ബീഹാറിലും ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടിക ശുചീകരണത്തിന്റെ ഭാഗമായി ഏതാണ്ട് 60 ലക്ഷത്തോളം വോട്ടുകളാണ് ബംഗ്ലാദേശിലും ഉള്ള ആൾക്കാരുടെയൊക്കെ വോട്ടുകളാണ് BJPയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ സർക്കാർ തള്ളിക്കളഞ്ഞത്. അതിന്റെ ഭാഗമായി അതിനെ അന്ന് എതിർത്തത് ഇന്നത്തെ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയുമാണ്. ഇന്ന് അവർ പറയുന്നു കള്ളവോട്ടുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് കള്ളവോട്ട് എന്നുള്ളത് ഈ നീലേശ്വരം പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടുത്തെ നമ്മുടെ നീലേശ്വരം മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ എന്തുമാത്രം കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ടാണ് CPM ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ നമുക്ക് ശക്തിയുള്ളാത്ത വാർഡുകളിൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബൂത്തിലിരുത്താൻ വേണ്ടി പോലും നിങ്ങൾ തയ്യാറാവാത്ത പ്രദേശമാണ് ഈ നീലേശ്വരം പോലുള്ള ഈ മുനിസിപ്പാലിറ്റികൾക്കുള്ള വിവിധ വാർഡുകൾ. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി അധ്യക്ഷനായി. ഷിബു CH, അഡ്വക്കേറ്റ് രഞ്ജിത്ത്, രാമകൃഷ്ണൻ വാഴുന്നോറടി, മനോജ് വട്ടപ്പൊയിൽ, അജയൻ വട്ടപ്പൊയിൽ, ശശിധരൻ പടിഞ്ഞാറ്റം കുഴുവൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. BJP മുനിസിപ്പൽ പ്രസിഡന്റ് PU വിജയകുമാർ സ്വാഗതവും മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി T രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ചാണ് നടന്നത്. കുമാരി വൃന്ദാരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമി കാഞ്ഞങ്ങാട് വെച്ച് ഓഗസ്റ്റ് 14-ാം തീയതി മുതൽ, അതായത് ഇന്നു മുതൽ 17-ാം തീയതി വരെ നടക്കുന്ന ഈ ഒരു പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ബിജുകുമാർ സാറിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞാൻ ബ്രഷ് തൊട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ ബ്രഷ് പിടിച്ചിട്ട് ഇങ്ങനെ ചിത്രം വരച്ച് നോക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വരാൻ പറ്റിയതിലും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി, ഡോക്ടർ ശിവജി KP എന്നിവരും മറ്റ് കലാകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ചിത്രപ്രദർശനം 17-ന് ഞായറാഴ്ച സമാപിക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധങ്ങളാണ് ചിത്രങ്ങളിൽ വിശദമാക്കുന്നത്. ഗായികയും കലാകാരിയും കൂടിയായ വൃന്ദാരാജനാണ് ഈ ചിത്രകലാ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. വളരെ നല്ല ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം. അദ്ദേഹത്തെ ഇനിയും പ്രോത്സാഹിപ്പിക്കണം. ബിജുകുമാർ റോയാണ് ആശയവും ചിത്രകാരനും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നു. പൊതുയോഗം കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യ വിടുക, താരിഫ് 50% ഉയർത്തിയ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള സാമ്പത്തിക വ്യാപാര കരാറും സ്വാതന്ത്ര്യ വ്യാപാര ഉടമ്പടിയും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവകാശ പ്രഖ്യാപന സമരത്തിന്റെ ഭാഗമായി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും കോലം കത്തിക്കലും നടന്നു. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം പുതിയകോട്ടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചാനലുകളിൽ കൂടെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 146 കോടിയിൽ പരം റുപ്യ, 4000 കോടി റുപ്യ ഒരു നഷ്ടമാണ് ഇന്ത്യക്കകത്ത് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിള ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കയറ്റിയേക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന വരുമാനം, ആ വരുമാനത്തിന് 50% ഡ്യൂട്ടിയാണ് ട്രംപ് നിശ്ചയിച്ചിട്ടുള്ളത്. 50% നികുതി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ നിലയിലേക്ക് ട്രംപും നരേന്ദ്രമോദിയും ഉണ്ടാക്കി ഉടമ്പടി ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് വർഷാവർഷം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. കർഷക ജനത ജില്ലാ പ്രസിഡന്റ് KM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INL നേതാവ് മുഹമ്മദ് കുഞ്ഞി, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാഘവൻ കൂലേരി, RJD നേതാവ് പനങ്കാവ് കൃഷ്ണൻ, JDS ജില്ലാ പ്രസിഡന്റ് PP രാജു, P രാധാകൃഷ്ണൻ, തങ്കമണി വില്ലാരംപതി, പള്ളിക്കൈ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ട്രംപിന്റെ നികുതി നയത്തിനെതിരെയും കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നയത്തിനെതിരെയും ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഇടിച്ച് വയോധിക മരിക്കാനിടയായ സംഭവത്തിൽ ചെറുവത്തൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ട്രാഫിക് നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചു. ചെറുവത്തൂർ ടൗണിലും പരിസരങ്ങളിലുമായി പൊതുജനങ്ങൾക്കുള്ള പ്രധാന പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി.
പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാനും ബസ് ഒഴിച്ച് മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ല എന്നത് കർശനമാക്കുവാനും തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞ വഴിയോര കച്ചവടം നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടുണ്ട്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ വരെ ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായി. വൈകുന്നേരം കാര്യങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ മീൻ വിൽപ്പന ആയാലും വഴിയോര കച്ചവടം ഇടപെടുന്ന കാര്യത്തിൽ പഞ്ചായത്ത് കൃത്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. ഇനിയും അത് മുന്നോട്ട് തന്നെ പോകും. പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് മുമ്പേ ഒരു തീരുമാനം എടുത്തതാണ് മറ്റു വണ്ടികളൊന്നും കയറാൻ പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ 6 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം ബസ് കയറുന്നില്ല എന്നതിൻ്റെ കാരണം മറ്റ് വാഹനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിവാകാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ടേ പോകാൻ പാടുന്നതിൻ്റെ തീരുമാനം ബസ് തൊഴിലാളികളും ജീവനക്കാരും ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കണം. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പാക്കനാർ തിയേറ്റർ പരിസരത്തു കൂടി സ്റ്റാൻഡിലേക്ക് വരണം. മുഴുവൻ ബസ്സുകളും സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി മാത്രം പുറത്തേക്ക് ഇറങ്ങണം. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്കിങ്ങിന് 15 മിനിറ്റ് മാത്രമായിരിക്കും അനുവദിക്കുക. അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകൾ അമിത വേഗത കുറയ്ക്കാൻ ആവശ്യമായ നടപടി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ചേർന്ന് സംവിധാനമുണ്ടാക്കും. ബസ്സുകൾ പ്രവേശിക്കുന്ന പാതയിൽ ഹമ്പ് നിർമ്മിക്കാനും പൊതുനിർദ്ദേശം ഉയർന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി വയോധിക മരിച്ച സംഭവത്തിന് ഉത്തരവാദിയായ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും മലപ്പുറത്ത് പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതായും മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടി ഗിജേഷ് യോഗത്തിൽ പറഞ്ഞു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ, PK അഭിലാഷ്, PV പത്മനാഭൻ, വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് C രഞ്ജിത്ത്, ട്രഷറർ KC സതീശൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ഭാരവാഹികളായ C കൃഷ്ണൻ, K ഭവജൻ, വ്യാപാരി സമിതി ഭാരവാഹി VP അബ്ദുൾ ഹനീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ K രമണി, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, MTP ബുഷ്ര, T അബ്ദുൾ മുനീർ, CK റഹ്മത്ത്, മഹേഷ് വെങ്ങാട്ട്, M മഞ്ജുഷ, DM കുഞ്ഞിക്കണ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T നാരായണൻ, മുകേഷ് ബാലകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, പ്രസ് ഫോറം ഭാരവാഹികളായ T രാജൻ, ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണീശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. 2025-26 വർഷത്തെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. രാവണീശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ പുതിയവളപ്പിൽ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ MV ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. നാരായണൻ വെളിച്ചപ്പാട്, സജിത്ത് കുറുനരിക്കുന്നിൽ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് സുജീഷ് KT, വൈസ് പ്രസിഡന്റ്മാർ നാരായണൻ പുല്ലാഞ്ചിക്കുഴി, സുധീരൻ കുട്ടിലംകാട്, ജനറൽ സെക്രട്ടറി പ്രമോദ് ചിറക്കാൽ, ജോയിന്റ് സെക്രട്ടറിമാർ സുരേഷ് നാർ, സജിത് കുറുനരിക്കുന്നിൽ, ട്രഷറർ ഭാസ്കരൻ പുതിയവളപ്പിൽ, മാതൃസമിതി പ്രസിഡന്റ് റീന രവി മുക്കോട്, സെക്രട്ടറി ഗീത അപ്പക്കുഞ്ഞി, മാതൃസമിതി ട്രഷറർ അഞ്ജലി കൊട്ടിലംകാട്, വൈസ് പ്രസിഡന്റ് ഗൗരി ഗംഗാധരൻ, കാർത്യായനി രാഘവൻ, ജോയിന്റ് സെക്രട്ടറി വിമല കുഞ്ഞിരാമൻ, ഗീത വിജയൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലും വിഭജന ഭീതി ദിനം ആചരിച്ച് ABVP. പെരിയ കേന്ദ്ര സർവകലാശാലയിലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് ABVPയുടെ നേതൃത്വത്തിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ MSFും SFIയും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്കും DYSP U പ്രേമനും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. പാലക്കുന്ന് കോട്ടിക്കുളം സ്വദേശിയാണ് P ബാലകൃഷ്ണൻ നായർ. U പ്രേമൻ കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലാണ് താമസം. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇരുവരും. BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലേക്കാട് ബഡ്സ് സ്കൂളിലേക്കുള്ള ആയയുടെ നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആയയുടെ മുൻഗണനാ ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗാർത്ഥി നൽകിയ പരാതി സ്വീകരിച്ച് വിചാരണയ്ക്ക് വെക്കുകയും ചെയ്തു. മടിക്കൈ മേഖലയിലേക്ക് KSRTC ബസ് അനുവദിക്കണമെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മടിക്കൈ വില്ലേജ് സമ്മേളനം നടന്നു.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച നടക്കും. കർണാടക അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഗഡി കാപ്പിക്കാട് പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.